ഹായ് ഫ്രണ്ട്സ്, ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് സ്ട്രോബെറി പ്യൂരിയാണ്. സ്ട്രോബെറി പ്യൂരി നമ്മൾ കൂടുതലായും യൂസ് ചെയ്യുന്നത് കേക്ക്, ഫ്രോസ്റ്റിങ്സ്, ഐസ്ക്രീം, കോക്ടെയിൽ ഇവയൊക്കെ ഉണ്ടാക്കുമ്പോഴാണ്. സ്ട്രോബെറി പ്യൂരി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 1 കപ്പ് സ്ട്രോബെറി കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. സ്ട്രോബെറി പ്യൂരി ഉണ്ടാക്കാനായിട്ട് നമുക്കിനി ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ സ്ട്രോബെറി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ നാരങ്ങ നീരും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഗ്യാസ് ഓൺ ചെയ്യാം. ഗ്യാസ് എപ്പോഴും ലോ ഫ്ലെയിമിലിട്ട് വേണം നമ്മളിത് കുക്ക് ചെയ്തെടുക്കാനായിട്ട്. ഹൈ ഫ്ലെയിമിലിട്ട് ഇത് അടുക്കി പിടിച്ച് കരിഞ്ഞു പോകും. നമ്മുടെ ഷുഗറൊക്കെ ഇപ്പം മെൽറ്റാകാൻ തുടങ്ങിയിട്ടുണ്ട്. ഷുഗർ ഇപ്പം നന്നായിട്ട് മെൽറ്റായിട്ടുണ്ട്. സ്ട്രോബെറിയും അത്യാവശ്യം നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്കിനി ഇത് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം. അപ്പം നമ്മുടെ സ്ട്രോബെറി പ്യൂരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി നമുക്ക് തണുക്കാനായിട്ട് വെക്കാവുന്നതാണ്. അപ്പം നമ്മുടെ സ്ട്രോബെറി പ്യൂരി ഇനി തണുത്തതിന് ശേഷം നമുക്കിനി ഇതൊരു പ്ലാസ്റ്റിക് ജാറിലോ അല്ലെങ്കിൽ ഫ്രീസർ ബാഗിലോ വെച്ച് ഫ്രീസറിൽ സൂക്ഷിക്കാവുന്നതാണ്. ഫ്രീസറിൽ സൂക്ഷിക്കുകയാണെങ്കിൽ 6 മാസം വരെ കേടാകാതെ ഇരിക്കും. നമുക്കിനി ഇത് ഐസ്ക്രീമിലോ കേക്കിലോ ഒക്കെ ഉണ്ടാക്കുമ്പോൾ ആഡ് ചെയ്യാവുന്നതാണ്.